അല്ല, ഇതെപ്പോ സംഭവിച്ചു? ഇതിൽ ആരാ സ്ഥാനാർത്ഥി? ഹണി റോസ് ആണോ സ്ഥാനാർത്ഥി? ഹണി റോസ് എല്ലാരും തൊഴുന്നു, കൈ കൊടുക്കുന്നു, എല്ലാവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നു. അപ്പൊ ഇതിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? ഞാൻ വിചാരിച്ചത് രമേശാണ് സ്ഥാനാർത്ഥിയെന്ന്. ഇപ്പൊ സംശയമായല്ലോ. ഇതിപ്പോ എന്താണ്? ദൈവമേ, ഇത് കേരളം തന്നെയാണോ? തമിഴ്നാടാണോ കേരളമാണോ? കേരളത്തിലും സിനിമാ നടനും സിനിമാ നടിമാരെ കൊണ്ടാണല്ലോ രാഷ്ട്രീയം കളി തുടങ്ങിയിരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ഇത് തമിഴ്നാട്ടിലായിരുന്നു. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമാ നടന്മാരുടെ ഒരു മേളമാണ്. അതേ അവസ്ഥയായല്ലോ കേരളത്തിൽ. പിഷാരടി പറഞ്ഞിരിക്കുന്നു, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരുന്നു. രമേശ് ചെന്നിത്തല ഇതാ ജയിക്കും മുമ്പേ ഹണി റോസിനെ കൊണ്ടുവന്നിരിക്കുന്നു. സത്യത്തിൽ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ആളെ കൂട്ടാൻ നടികളെയോ നടന്മാരെയോ ഒക്കെ കൊണ്ടുവരേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ബംഗാളികളെ കൂലി കൊടുത്ത് കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് ഭരണപക്ഷത്തിരിക്കുന്നവരെ കുറിച്ച് ഒന്നും ദോഷം പറയാനില്ല. അതുകൊണ്ടാണ് ഈ നടിമാരെയും നടന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് ആളെ കൂട്ടി വോട്ട് പിടിക്കാമെന്ന് ശ്രമിക്കുന്നത്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നൊക്കെയല്ലേ പറയേണ്ടത്? അല്ലാതെ നടിമാരെയും നടന്മാരെയും ഒക്കെ കൊണ്ട് കാണിക്കുകയാണോ നിങ്ങളുടെ ജോലി? എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് കേരളത്തിൻ്റെത്. ഇതിപ്പോ ഇങ്ങനെ പോകണമെങ്കിൽ വെറും കാണിക്കലുകൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് തോന്നുന്നത്. ഹണി റോസ് സ്ഥാനാർത്ഥിയായതുകൊണ്ടോ കേരളത്തിൽ മത്സരിക്കുന്നത് കൊണ്ടോ ഒരു പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. കഷ്ടമായി എന്നല്ലാതെ എന്ത് പറയാനാണ്? ഈ നേതാക്കൾക്കൊന്നും ഒന്നും പറയാനില്ല. ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ചും പറയാനില്ല, കേന്ദ്രഭരണത്തെക്കുറിച്ചും പറയാനില്ല. ഒരു 10-15 വർഷത്തിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നോ കേരളത്തിൽ? തമിഴ്നാട്ടിലേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി കേരളത്തിൽ വരാൻ ഒരു കാര്യമുള്ളൂ. വോട്ടവകാശമുള്ള ഓരോരുത്തരുടെ വീട്ടിലും കൊണ്ടുചെന്ന് ഓരോ ടിവിയും ഓരോ മിക്സിയും ഓരോ ഗ്രൈൻഡറും ഒക്കെ തോളിൽ വെച്ച് കൊണ്ടുവന്ന് കൊടുത്ത് അവരെ വോട്ട് മേടിക്കുക. തമിഴ്നാട്ടിൽ നിന്ന് കടമെടുക്കാൻ ഇനി ഇത് മാത്രമേ കേരളത്തിൽ ബാക്കിയുള്ളൂ.